തുടങ്ങാം നമുക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ലേ? Whether my audio is visible? Sorry, hearing? Yes, sir. Yes, sir. അങ്ങനെങ്കിലും ഒന്നും മിണ്ടിയില്ല നിങ്ങളല്ലേ? ഓക്കെ. തുടങ്ങാം നമുക്ക്. Yes, sir. ജുനൈദില്ല അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ RL സർക്യൂട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് RC സർക്യൂട്ടും RLC സർക്യൂട്ടൂടെ കഴിഞ്ഞാൽ ഈ പാട്ട് കഴിഞ്ഞു. ജസ്റ്റ് നോക്കിക്കോളാം. So let's consider RC series AC circuit. That is two resistors. These resistors are connected in series. Resistor and capacitors are connected in series. Okay. Resistor, this is resistor and this is capacitor. We know when two resistors or two components are connected in series, voltages are divided. So this is the applied voltage. The equation for voltage, instantaneous voltage is Vm sin omega t. So this phasor voltage is the phasor sum of the voltage drop across resistance R due to current I and capacitor voltage across the capacitor. So this voltage is phasor sum of voltage phasor, that is voltage across resistor and voltage across capacitor. So we know voltage across resistor is the product of the current flowing through resistor and the resistance value, and voltage across capacitor phase, that is current into the capacitive reactance. We can call it as XC. And it is to be noted that in the case of RC circuit, the impedance is, ഓരോ കേസായിട്ട് പറയാം. R സർക്യൂട്ട് നമ്മൾ പഠിച്ചു, L സർക്യൂട്ട് പഠിച്ചു, C സർക്യൂട്ട് പഠിച്ചു. ഇനി എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു അല്ലേ? When AC is connected across R, what is the stage? What are the things? What is the impedance value? What is the phasor diagram? Those things we designed or studied. Next is RL circuit, that also we studied. Next thing is RC circuit that we are going to study, and next thing is RLC circuit. So anyway, in general, we can call it as the opposition to the flow of current. Clear? Oppositions to the flow of current through a conductor is termed as, usually we are terming that terminology as resistance, isn't it? So here in AC circuit, we are representing that terminology in another form or another word. That word is impedance. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇംപെഡൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? Z വെച്ചിട്ടാണ്. സോ Z ക്ലിയർ ആണോ? കറണ്ടിന്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന, AC സർക്യൂട്ടിൽ ഒപ്പോസ് ചെയ്യുന്ന ആ പാരാമീറ്ററിന്റെ AC സർക്യൂട്ടിൽ വിളിക്കുന്ന പേരെന്താണ്? ഇംപെഡൻസ് എന്നാണ്. ഇംപെഡൻസിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് Z ആണ്. Z-ന്റെ റെസിപ്രോക്കൽ എന്താണ്? അതിന് നമ്മൾ അഡ്മിറ്റൻസ് എന്ന് പറയും. റെസിപ്രോക്കൽ അഡ്മിറ്റൻസിനെ നമ്മൾ Y എന്ന് വിളിക്കും. ദാറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് Z. ക്ലിയർ ആണോ? So impedance in R circuit, which is excited by AC voltage source, is resistance itself. Clear? Impedance of L circuit, which is excited by AC source, is L ആണോ? എന്താണ്? XL ആണ്. ക്ലിയർ? നമ്മൾ ജനറൽ ആയിട്ട് JXL എന്നാണ് വിളിക്കുക. ക്ലിയർ? C ആണെങ്കിലോ ഇറ്റ് ഈസ് -JXC. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം XL
this XL is JXL. എങ്ങനെയാണ് XL കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ XL is equal to J omega L. X എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 by J omega C. ക്ലിയർ? അപ്പോൾ ഇതിനെ യൂഷ്വലി XC യെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ജെ XC എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ? അതിന് റീസൺ ഉണ്ട്, നമ്മൾ പറയാം. സോ XL ഈസ് J omega L. ഞാൻ 2 ചാപ്റ്റർ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടായിരുന്നോ? 2 ബുക്ക് ചാപ്റ്റർ. ഇറ്റ് ടേക്കൺ ഫ്രം BL തരേജ ബേസിക് ഇലക്ട്രിക്കൽ വോളിയം 1. ക്ലിയർ? അപ്പൊ അതിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള 2 ടോപ്പിക്കാണ്. ഒന്ന് ഈ ജെയും ഫേസസ്, കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അതിലൂടെ പോവാം. പക്ഷെ ചാപ്റ്റർ നമ്പർ 13 ഈസ് ഫുള്ളി ബേസ്ഡ് ഓൺ ദിസ് തിങ്സ്. ഏത്? RL, ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, RL, RC, RLC. അപ്പൊ അതിൽ കുറെ സോൾവ്ഡ് പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ നോക്കി പോവാം എക്സാമിനൊക്കെ. സോ ദിസ് ഈസ് മൈനസ് JXC. ഇൻ RL സർക്യൂട്ട് ഇംപെഡൻസ് ഈസ് റെപ്രസെന്റഡ് ബൈ റെസിസ്റ്റൻസിന്റെ എന്തുണ്ടാവും? R ഉണ്ടാവും. Lന്റെ എന്തുണ്ടാവും? JXL ഉണ്ടാവും. സോ ദിസ് ഈസ് ഇംപെഡൻസ്. And in the case of capacitor, in the case of RC circuit, R ന്റേത് R തന്നെ അല്ലേ? SC ന്റേതോ മൈനസ് JXC എന്ന് വരും. ഇവിടെ എന്ത് വരും? RLC ആകുമ്പോൾ R ന്റേത് R തന്നെയാണ്. Lന്റേത് എന്തുണ്ടാവും? JXL ഉണ്ടാവും അല്ലെ? C ന്റെ എന്തുണ്ടാവും? മൈനസ് JXC ഉണ്ടാവും. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെ പറയാം? കുറച്ചുകൂടെ സിംപ്ലിഫൈ ആണെങ്കിൽ R പ്ലസ് JXL മൈനസ് XC. അപ്പൊ ഈ കാര്യം അറിയുമെങ്കിൽ, സപ്പോസ് യു നോ ദിസ് കൺസെപ്റ്റ്, then you can easily find out the magnitude. ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇംപെഡൻസ് R തന്നെയാണ് അല്ലേ? ആംഗിൾ എത്ര ആയിരിക്കും? 0. ഇവിടെ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് സെറ്റ് എന്താണ്? എല്ലിന്റെ കേസിൽ പറഞ്ഞോളൂ. XL വരും. ആംഗിൾ എത്ര ആയിരിക്കും പറയാവോ? 90 ഡിഗ്രി. ക്ലിയർ? ഇവിടെ എന്താണ്? J എന്ന് പറയുമ്പോൾ ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ ആണ്. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ബൈ 90 ഡിഗ്രി. J എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. J² എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും, ആൻഡ് സോ ഓൺ. അത് ഞാൻ ചാപ്റ്റർ നമ്പർ 12 കേട്ടോ, ഈ കൺസെപ്റ്റ് ഇല്ല. പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. അത് അത്ര ഇമ്പോർട്ടൻസ് അല്ല, കൺസെപ്റ്റ് മാത്രം മതി. നെക്സ്റ്റ്, ഇതെന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് സെറ്റ് XC ആയിരിക്കും അല്ലേ? ഇവിടെ ആംഗിൾ എന്തായിരിക്കും? മൈനസ് 90 ആയിരിക്കും. ക്ലിയർ? മൈനസ് 90. ഇവിടെ എന്തായിരിക്കും? ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റൂട്ട് ഓഫ് R². ഇതാണ് R² പ്ലസ് XL². ആംഗിൾ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് XL ബൈ R. ഇവിടെ എന്തായിരിക്കും? റൂട്ട് ഓഫ് R² പ്ലസ് XC². ആംഗിൾ എന്തായിരിക്കും? മൈനസ് വരും ആക്ച്വലി. മൈനസ് ടാൻ ഇൻവേഴ്സ് XC ബൈ R. നെക്സ്റ്റ്, ഇവിടെ എന്തായിരിക്കും? റൂട്ട് ഓഫ് R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. ആംഗിൾ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് XL മൈനസ് XC ബൈ R വരും. ഓക്കെ. നെക്സ്റ്റ്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാവോ? സി, യു ക്യാൻ റെപ്രസെന്റ് ദിസ് ഇൻ പോളാർ ഫോം. പോളാർ ഫോം ആകുമ്പോൾ Z ആംഗിൾ ഫൈ, അങ്ങനെയാണ് പോളാർ ഫോമിൽ എഴുതാം. ഇത് ക്ലിയർ ആണോ? ഈ പറഞ്ഞിരിക്കുന്ന കാര്യം R, L, C, RL, RC, RLC. ഇവിടെ ശ്രദ്ധിച്ചോളാം. ജനറൽ ആയിട്ട് അങ്ങ് പറഞ്ഞെന്നുള്ളൂ. Okay, so we are considering RC circuit. In RC circuit, we know voltage across resistor and current through resistors are in phase. So this is the phasor diagram corresponding to this R. And in the case of capacitor, we know the current through the capacitor leads voltage by 90 degree.
ക്ലിയർ? ലീഡ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ഇതായിരിക്കും ഫേസർ ഡയഗ്രാം. പക്ഷേ നമ്മൾ ഈ സർക്യൂട്ടിൽ കറണ്ട് ഈസ് കോമൺ അല്ലേ? കറണ്ട് ഈസ് കോമൺ. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ സോ ദാറ്റ്സ് വൈ ദേ ടേക്കൺ ഐ ആസ് ദ റെഫറൻസ്. കുറച്ച് നീട്ടി വരച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ ജനറൽ ആയിട്ട് വരയ്ക്കുമ്പോൾ വി ആർ ആണ് കൂടുതൽ ഉണ്ടാവുക ഫേസർ. കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. So this is the phasor diagram corresponding to resistor. Then since current is common through R and C, now in order to draw the phasor diagram corresponding to this one, that is capacitor, we can take I as reference. As we know, capacitor voltage is lagging current by 90 degrees. So lagging quantity is clockwise to the reference. Clear? But 90 degree എന്ന് പറയുമ്പോൾ താഴോട്ട് വരും. So this is VC. ക്ലിയർ? പിന്നെ ഇവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റാ വരുന്നത്? നമ്മളൊരു എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ വരയ്ക്കുമ്പോൾ ഇവിടെ ഇത് 0 ആണെങ്കിൽ ഇങ്ങോട്ടേക്കുള്ളത് പോസിറ്റീവ് ആണ് അല്ലേ? ഇങ്ങോട്ടേക്കുള്ളത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങോട്ട് താഴോട്ട് വരയ്ക്കുന്ന ക്വാണ്ടിറ്റിയോ ഇതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇതും നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പൊ ആ കൺസെപ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ സോ ദിസ് ഈസ് മൈനസ് വി സി. ഇതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ now what I am going to do is, ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനസ് വി ഈസ് മൂവ്ഡ് ടു ഹിയർ. വൈ? ബിക്കോസ് വാട്ട് വി നീഡ് ആക്ച്വലി, വി നീഡ് ദ ഫേസർ സം ഓഫ് വി ആർ ആൻഡ് വി സി. സോ വി ആറിന്റെ ടിപ്പ് എന്ന് ഞാൻ എന്ത് ചെയ്തു? താഴോട്ട് അതേ ഡയറക്ഷനിൽ അതേ മാഗ്നിറ്റ്യൂഡിൽ വി സി വരച്ചു. Then this is the phasor sum of VR and VC. We can call that as V. ഇനി നോക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ ഫേസർ? വാട്ട് ഈസ് ദ ഫേസർ ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ്? ഇനി നമ്മൾ റിസൾട്ടന്റ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താണ്? ദിസ് ഈസ് അവർ റിസൾട്ടന്റ് വോൾട്ടേജ്, isn't it? This is our resultant voltage phasor and this is our current. Now you can see whether current is leading or lagging. നമ്മൾ ലീഡിങ്ങും ലാഗിങ്ങും പറയുന്നത് കറണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. വോൾട്ടേജ് റെഫറൻസ് ആയിട്ട് കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ആസ് ലീഡിങ്. കറണ്ട് നേരെ വോൾട്ടേജിനെ റെഫറൻസ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസിലാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സർക്യൂട്ട് ഈസ് ലാഗിങ്. ലീഡിങ് ആണെങ്കിൽ ഇവിടെ എന്താണ്? ലീഡിങ് ആണോ ലാഗിങ് ആണോ? നിങ്ങൾ ഒന്നും നോക്കണ്ട. നമുക്ക് ഈ റെഡിൽ ഞാൻ വരച്ചിരിക്കുന്ന വോൾട്ടേജും കറണ്ടും മാത്രം നോക്കുക. നോക്കിയിട്ട് നിങ്ങൾ പറയുക വെദർ ദിസ് സർക്യൂട്ട് ഈസ് ലാഗിങ് ഓർ ലീഡിങ്. Current is leading. Clear? Current is leading by an angle phi. The pure capacitor ആയിരുന്നെങ്കിൽ കറണ്ട് എത്ര ലീഡ് ചെയ്യുമായിരുന്നു? എത്ര ആംഗിൾ ലീഡ് ചെയ്യുമായിരുന്നു? 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ പ്യുർ കപ്പാസിറ്ററിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് കറണ്ട് ഈസ് ലീഡിങ്, സ്റ്റിൽ ലീഡിങ്, ബട്ട് ദാറ്റ് ആംഗിൾ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് യു നീഡ് ടു ഗെറ്റ് ഫ്രം this derivation or the circuit. So in the case of RC circuit, current is leading with respect to voltage, or in other words we can call it as cos phi is positive. Cos phi is positive. Clear? Or cos phi is power factor is leading. Power factor is leading. കോസ് ഫൈന് നമ്മൾ എന്താ പറയുന്നത്? പവർ ഫാക്ടർ എന്നല്ലേ. അപ്പോൾ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ മാത്രമേ പവർ ഫാക്ടർ ലീഡ് ആവുള്ളൂ. ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? നെഗറ്റീവ് ആണ് അല്ലേ? വോൾട്ടേജിനെ റെഫേർഡ് ചെയ്യുമ്പോൾ കറണ്ട് എന്താണ്? ലീഡാണ്. സോ ദാറ്റ് ആംഗിൾ ഈസ് പോസിറ്റീവ്. ക്ലിയർ? അപ്പൊ പവർ ഫാക്ടർ എന്തായിരിക്കും? ലീഡിംഗ് ആയിരിക്കും. പവർ ഫാക്ടർ ഈസ് ലീഡിംഗ് ഓൺലി ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഏത് ആംഗിള്? നമ്മളെ ക്വാഡ്രന്റ് വെച്ച് നോക്കുമ്പോൾ ആംഗിൾ നെഗറ്റീവ് ആണ്. ക്വാഡ്രന്റ് വെച്ച് നോക്കുമ്പോൾ ആംഗിൾ നെഗറ്റീവ് ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ്, അതല്ലേ പറഞ്ഞേ? ക്വാഡ്രന്റ് വെച്ച് നോക്കുമ്പോൾ ആംഗിൾ ഈസ് നെഗറ്റീവ്. അത് നമ്മൾ പറയുന്നുണ്ട്, താഴോട്ട് വരുന്നുണ്ട് കേട്ടോ, ഡോണ്ട് വറി. ഞാൻ പറയുന്നത് കോസ് ഫൈ നോക്കാം. അപ്പോൾ കോസ് ഫൈ എന്താണ്? 1 ആണ്. അതാണ് 1 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി 0 ഡിഗ്രി ആണെങ്കിൽ 1 ആണ്. ഇവിടെ എന്താണ്? പവർ ഫാക്ടർ ലീഡിങ്. ഞാൻ പോസിറ്റീവ് എന്ന് ഉദ്ദേശിച്ചത് ലീഡിങ്ങിനെയാണ് കേട്ടോ, ലീഡിങ്. ക്ലിയർ? പവർ ഫാക്ടർ ഈസ് ലീഡിങ്. ഒക്കേഴ്സ് ലീഡിങ് പവർ ഫാക്ടർ ഒക്കേഴ്സ് ഓൺലി ഫോർ
കപ്പാസിറ്റി സർക്യൂട്ട്, RC സർക്യൂട്ട്. ആ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അത് പ്യുർ കപ്പാസിറ്റർ ആയിരുന്നെങ്കിൽ ഈ കറണ്ട് 90 ഡിഗ്രി ഇവിടെ കിടക്കുമായിരുന്നു. ക്ലിയർ? അപ്പൊ ഇത് റെസിസ്റ്റൻസിന്റെ ഒരു പാർട്ടും കൂടെ ഉള്ളത് കൊണ്ട് ദിസ് ആംഗിൾ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദിസ് പവർ ഫാക്ടർ ആംഗിൾ ലൈസ് ബിറ്റ്വീൻ 0 to 90 ഡിഗ്രി. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇംപെഡൻസ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു സെഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Z is equal to R plus R minus JXC ആണ് അല്ലേ? R minus JXC ആണ് in the case of capacitive circuit, RC circuit. അപ്പൊ ഇവിടെ നമ്മൾ അതിൽ ഇമ്പോർട്ടൻസ് ഇല്ല, നിങ്ങൾ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കാണുന്നത്. B എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഫേസർ ഡയഗ്രം മാത്രം നോക്കുക. So this whole length is VR and this whole length is minus VC. So what is V? V is equal to VR root VR square plus VC square. VR എന്ന് പറയുമ്പോൾ IR ആണ്, VC എന്ന് പറയുമ്പോൾ എന്താണ്? IXC ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Z എന്ന് കിട്ടും. Z എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Magnitude of Z is root R square plus XC square and phi is tan inverse XC by R. Clear? And this angle is negative, as Junaid mentioned. This angle is negative and we are seeing this quadrant operation. Okay, so this is the impedance triangle corresponding to that situation. So this is derived from where? എവിടുന്നാണ് ഈ ഇംപെഡൻസ് ട്രയാങ്കിൾ ഡിറൈവ് ചെയ്യുന്ന? ഫേസർ ഡയഗ്രത്തിൽ നിന്നാണ് അല്ലേ? ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. സോ ദിസ് ഈസ് വാട്ട്? VR ഫേസർ ആണ്. VR എന്ന് പറയുമ്പോൾ എന്താണ്? I into R ആണ് അല്ലേ? I into R ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? താഴോട്ട് VC വരച്ചിട്ടുണ്ട്, മൈനസ് VC ആണ്. അതെന്ന് പറയുമ്പോൾ എന്താണ്? ആ മൈനസ് അവിടെ തന്നെ കിടക്കും, മൈനസ് I into XC വരും. ക്ലിയർ? ഈ ഫേസർ എന്താണ്? ദിസ് ഈസ് അവർ റിസൾട്ടന്റ് ഫേസർ. ഇതിനെ നമ്മൾ എന്ത് പറയാം? I into Z എന്ന് വിളിക്കാം. ദിസ് ഈസ് I into Z. And this angle we can call it as phi. It is known as phase angle or power factor angle. And now what I am going to do is I am dividing all the phasor with I. I going to divide you can obtain this triangle. So this triangle is known as impedance triangle in RC circuit. Clear aanallo? Yes sir. Clear? Junaid? Okay. ഇനി നോക്കിയാട്ടെ, ഇംപെഡൻസ് ട്രയാങ്കിൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഈസ് phi? Phi is equal to മൈനസ് അവിടെ വരുന്നില്ലേ? ഈ ഇംപെഡൻസ് ട്രയാങ്കിൾ വെച്ച് നോക്കുമ്പോൾ -phi ഓട്ടോമാറ്റിക്കായി അവിടെ വരുന്നുണ്ട്. ക്ലിയർ? tan inverse -XC by R എന്ന് വരും അല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ മൈനസ് ആംഗിൾ കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി പവറിന്റെ ഇക്വേഷൻ നമുക്ക് RL സർക്യൂട്ടിൽ ചെയ്ത പോലെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്താണ്? ഹിയർ വി ആർ ഗിവിംഗ് VM sin omega t. കറണ്ട് എന്താ ചെയ്യുന്നത്? ലീഡ് ആണ് അല്ലേ? അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് ഈസ് VM sin omega t. അപ്പം വിത്ത് റെസ്പെക്ട് ടു ദിസ് വോൾട്ടേജ് ദിസ് കറണ്ട് ഈസ് ലീഡിങ് ഹൗ മച്ച്? By an angle phi. So what should be the equation for I? This is voltage equation. What is the equation for current? Current in equation എന്തായിരിക്കും? ഈ വോൾട്ടേജിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് കറണ്ട് ഈസ് ലീഡിങ് ബൈ an angle phi. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറണ്ടിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കറണ്ട് ഇക്വേഷൻ എന്തായിരിക്കും? IM, പറഞ്ഞോളൂ, IM sin ലീഡിംഗ് ആണ്. ലീഡിംഗ് ആവുമ്പോൾ പ്ലസ് അല്ലേ? പ്ലസ് എത്ര ആംഗിള്? ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതല്ലേ? ക്ലിയർ? ഇൻസ്റ്റന്റേനിയസ് പവർ എന്തായിരിക്കും? ഇൻസ്റ്റന്റേനിയസ് പവർ സ്മാൾ p is equal to സ്മാൾ v into സ്മാൾ I. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ RL ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇവിടെ കാണിച്ചിട്ടില്ല. എന്നിട്ട് ഫൈനലായിട്ട് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ രണ്ട് കോമ്പണന്റ് എന്ന് പറഞ്ഞു. ഒന്നെന്താണ്? കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് VI cos phi. ക്ലിയർ? VI cos phi ആയിരിക്കും. മറ്റേത് എന്തായിരിക്കും? ആൾട്ടർനേറ്റീവ് മീൻസ്
പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും ഉണ്ടാകുന്ന ക്വാണ്ടിറ്റിയാണ്. അതെന്ത് ചെയ്യുന്നു മീൻസ് ആവറേജ് വാല്യൂ, അതിന്റെ ആവറേജ് വാല്യൂ എടുക്കുന്ന സമയത്ത് അത് 0 ആയി പോവും. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടുന്ന ആവറേജ് പവർ എന്തായിരിക്കും? ഏത് RL സർക്യൂട്ട് ആണോ ആവട്ടെ, RC സർക്യൂട്ട് ആവട്ടെ, ആവറേജ് പവർ എന്തായിരിക്കും? VI cos phi ആയിരിക്കും. അത് ഓർത്തോളാം. The power, real power, active power, useful power in AC circuit is single phase AC circuit is VI cos phi. VI cos phi. 3 phase സർക്യൂട്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 3 phase സർക്യൂട്ടിലെ ക്വസ്റ്റ്യന്റെ ആൻസർ വേണം നിങ്ങൾക്ക്. ആരും ചോദിച്ചില്ല, അതുകൊണ്ട് തന്നില്ല. അതിൽ ഞാൻ പോയിന്റ് ഇടാൻ വിട്ടുപോയി, എനിക്ക് മാനുവലായിട്ട് ചെയ്യേണ്ടി വന്നു. പറ, ഇതിന് ആൻസർ കീ വേണോ? അതിൽ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അല്ലായിരുന്നോ? ആരോ ശ്രദ്ധിച്ചായിരുന്നോ? ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്, സെയിം ക്വസ്റ്റ്യൻ രണ്ട് പ്രാവശ്യം ചോദിച്ചില്ലായിരുന്നോ? ആരും ശ്രദ്ധിച്ചില്ല അല്ലേ? ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, ഞാൻ അതിന്റെ ആൻസർ എന്ത് ചെയ്യാം, ഞങ്ങൾക്കൊരു ഗൂഗിൾ ഷീറ്റ് തരാം. ഞാൻ ഇവാലുവേറ്റ് ചെയ്തിരുന്നത് ഗൂഗിൾ ഷീറ്റ് അല്ല, എക്സൽ ഷീറ്റ് അങ്ങ് ഷെയർ ചെയ്യാം. അപ്പൊ അത് ഞങ്ങൾക്ക് മാർക്ക് വെച്ചിട്ട് അറിയാൻ പറ്റില്ല. മാർക്ക് 1 ഉള്ളത് കറക്റ്റ് ആണ്, 0 ഉള്ളത് തെറ്റാണ്. അപ്പൊ അതിലെന്താ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് പ്രോബ്ലം നമ്മൾ ഒന്നുമില്ല. എക്സിയുടെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് കറക്റ്റ് ആയിട്ട് എഴുതുക. ഇതെന്തായിരിക്കും? 79.5 മൈക്രോ ഫാരഡ് എന്ന് പറയുമ്പോൾ കപ്പാസിറ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ തരുന്ന വോൾട്ടേജ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ ക്വസ്റ്റ്യനിലൊക്കെ തരുന്ന വോൾട്ടേജ് RMS വാല്യൂ ആയിരിക്കും. പിന്നെ 50 ഹെർട്സ് തന്നിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് എക്സലും എക്സും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒമേഗ സി ആണ്, അല്ലെങ്കിൽ 2πfcയും 1/2πfcയും ഒമേഗ എൽ ആണെങ്കിൽ എന്തായിരിക്കും? 2πfl ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രീക്വൻസി തരുന്നത്. അപ്പൊ കപ്പാസിറ്റൻസ് വാല്യൂ എടുത്ത് എഴുതുക. ഗിവൺ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും എഴുതണം. ഫോർ എക്സാമ്പിൾ ഈ പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ ഗിവൺ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കപ്പാസിറ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്, എഴുതുക. പിന്നെന്താ തന്നിരിക്കുന്നത്? റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എഴുതുക. യൂണിറ്റ്. പിന്നെ ഒരു കാര്യം, ഞാൻ നിങ്ങളെ പേപ്പർ വാല്യൂ ചെയ്തപ്പോൾ കറണ്ടിന്റെ യൂണിറ്റ് അറിയാത്തവരുണ്ട്. കറണ്ടിന്റെ യൂണിറ്റ് ഓം എന്ന് എഴുതിയ ആൾക്കാരുണ്ട്. കറക്റ്റ് ചെയ്യണം. വോൾട്ടേജിന്റെ യൂണിറ്റ് 14, ഫസ്റ്റ് സീരീസിന്റെ വോൾട്ടേജിന്റെ യൂണിറ്റ് 14 വോൾട്ട് ആണ് വരേണ്ടത്. അത് 14 ഓം എഴുതിയവരുണ്ട്. ക്ലിയർ? അപ്പൊ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം, ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഹെൻറി, കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഫാരഡ്, വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട്. ക്ലിയർ? വോൾട്ടേജ്. ഇനി കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ, ഇത്രയാണ് സാധാരണ വരുന്നത്. പവറിന്റെ യൂണിറ്റ് വാട്ട്. ഇനി ആരും മറക്കരുത് കേട്ടോ. ക്ലിയർ ആണോ ജുനൈദ്? ഞാൻ പേപ്പർ നോക്കിയപ്പോ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കറണ്ടിന്റെ യൂണിറ്റ് ഓം എഴുതിയ ആൾക്കാരുണ്ട്, വോൾട്ടേജിന്റെ യൂണിറ്റ് ഓം എഴുതിയ ആൾക്കാരുണ്ട്. ക്ലിയർ? അപ്പൊ അത് ആ മിസ്റ്റേക്ക് ഇനി മെയിൻ എക്സാമിന് റിപ്പീറ്റ് ചെയ്യരുത്. എന്തോ പറഞ്ഞോ? അല്ല, ഞാൻ കോമൺ ആയിട്ടാ പറഞ്ഞു, ഒരാൾ എടുത്ത് പറഞ്ഞല്ല ജുനൈദ്. മീൻസ് കോമൺ ആയിട്ട് ഒരു ക്ലാസ്സിന് അഡ്രസ് ചെയ്താണ്. അപ്പൊ മിസ്റ്റേക്ക് വന്നവരത് തിരുത്തും, അത്രേ ഉള്ളൂ. അപ്പൊ ക്ലിയർ ആണല്ലോ RC സർക്യൂട്ട്. ഇനി എക്സിയുടെ ഇക്വേഷൻ, നമ്മൾ ഈ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഇംപെഡൻസ് കാണാൻ നമുക്ക് ഇംപെഡൻസിന്റെ ഇക്വേഷൻ അറിയാം. ഇംപെഡൻസ് ഏതിന്റെ കേസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇംപെഡൻസ് ജനറൽ ആയിട്ട് നമ്മൾ 3-4 കേസ് വരുന്ന കേസുകൾ എല്ലാത്തെയും ഇംപെഡൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഇംപെഡൻസ് കാണാൻ ചോദിക്കാറുണ്ട്. ഞാൻ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്ന PDF-ൽ ഒരുപാട് സോൾവ്ഡ് പ്രോബ്ലംസ് ഉണ്ട്. ആ VK മെത്തേഡിൽ ഒരുപാട് സോൾവ്ഡ് പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ നോക്കി പോയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ സർക്യൂട്ട് ഇംപെഡൻസ് കാണാൻ നമുക്ക് ഏത് സർക്യൂട്ട്, AC സർക്യൂട്ടിൽ ഏത് ഇതിന്റെ ഇംപെഡൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? AC സർക്യൂട്ടില് ഇംപെഡൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ V/I അങ്ങ് ചെയ്താൽ മതി. ദിസ് ഈസ് Z. ഇംപെഡൻസ് കാണാൻ എന്ത് ചെയ്യും? നമ്മൾ റെസിസ്റ്റൻസ് കാണാൻ എന്താ ചെയ്യാം? ഓംസ് ലോ വെച്ചിട്ട് V/I ചെയ്യാറില്ലേ? അതേ രീതിയിൽ AC സർക്യൂട്ടിൽ ഇംപെഡൻസ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? V/I ചെയ്താൽ മതി. ക്ലിയർ? ഇംപെഡൻസ് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് I എങ്ങനെ കാണാം? V/Z വെച്ച് കാണാം.
ക്ലിയർ? പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ കപ്പാസിറ്റി സർക്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ ഫേസ് ആംഗിൾ കണ്ടു കഴിഞ്ഞാൽ ലീഡ് എന്നും കൂടെ അങ്ങ് എഴുതിക്കോളുക കേട്ടോ. കപ്പാസിറ്റി സർക്യൂട്ട് ആണെങ്കിൽ ലീഡ് എന്ന് എഴുതുക, ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ RL സർക്യൂട്ട് ആണെങ്കിൽ ലാഗ് എന്ന് എഴുതുക. ക്ലിയർ? വേറെ ഒന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിച്ചാൽ മതി, നമുക്ക് റിപ്ലൈ ചെയ്യാം. ഇതിന്റെ ഈ ആഴ്ച ഞാൻ അസിസ്റ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു, പലർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി RLC സീരീസ് സർക്യൂട്ട് നോക്കാം. ഇതാ ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. റെസിസ്റ്ററിന്റെ കേസിൽ എന്തായിരിക്കും? ദിസ് ഈസ് വോൾട്ടേജ് വിച്ച് ഈസ് കണക്റ്റഡ് അക്രോസ് ദ സീരീസ് കോമ്പിനേഷൻ RLC. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെറിയ ഒരു വോൾട്ടേജ്, ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്യും? ഇവിടെ ഡ്രോപ്പ് ചെയ്യും. കപ്പാസിറ്റർ മീൻസ് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. പക്ഷേങ്കിൽ ദിസ് ഇൻപുട്ട് വോൾട്ടേജ് ഫേസർ ഈസ് ദ ഫേസർ സം ഓഫ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ പ്ലസ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ പ്ലസ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഓരോന്നിന്റെ ഫേസർ ഡയഗ്രാം സെപ്പറേറ്റ് വരയ്ക്കുകയാണെങ്കിൽ സി വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആൻഡ് കറന്റ് ത്രൂ ദി റെസിസ്റ്റേഴ്സ് ആർ ഇൻ ഫേസ്. ക്ലിയർ? വേറൊരു കാര്യം നോക്കേണ്ടത്, ഞാനിവിടെ കറണ്ട് ഞാൻ റെഫറൻസ് ആയിട്ട് വെച്ചു. കാര്യം എന്തുവാ? വാട്ട് മേ ബി ദ റീസൺ? റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ടും ഇൻഡക്ടറിലൂടെ പോകുന്ന കറണ്ടും കപ്പാസിറ്ററിലൂടെ പോകുന്ന കറണ്ടും സെയിം ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ I കോമൺ ആയിട്ട് നോക്കിയാട്ടെ ഫേസ് ആയിട്ട് മീൻസ് സെയിം ഡയറക്ഷനിൽ വരച്ചിരിക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് റെസിസ്റ്ററിന്റെ കേസ് കഴിഞ്ഞു. ഇൻഡക്ടറിന്റെ കേസ് നോക്കുമ്പോൾ എന്താണ്? ഇൻഡക്ടർ കറണ്ട് ഈസ് ലാഗിങ് VL by 90 ഡിഗ്രി. അപ്പൊ കറണ്ട് ഈസ് ലാഗിങ് VL by 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ VL-നെ അപേക്ഷിച്ച് വിത്ത് റെസ്പെക്ട് ടു VL കറണ്ട് ഈസ് ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്? ലാഗിങ് ക്വാണ്ടിറ്റി. With respect to VL, what should be the current phasor? Whether current phasor is clockwise or anti-clockwise? Clockwise ആയിരിക്കണം അല്ലേ? ലാഗിങ് ക്വാണ്ടിറ്റി എപ്പോഴും എന്തായിരിക്കണം? ക്ലോക്ക് വൈസ് ആയിരിക്കണം വിത്ത് റെസ്പെക്ട് ടു ദീസ് വോൾട്ടേജ്. ഇവിടെ നമ്മൾ വോൾട്ടേജ് VL വിത്ത് റെസ്പെക്ട് ടു VL കറണ്ട് ഈസ് ലാഗിങ്. സോ ഈവൻ ദോ കറണ്ട് ഈസ് ടേക്കൺ ആസ് റെഫറൻസ്, അപ്പൊ കറണ്ടിനെ റെഫറൻസ് ആയിട്ട് വെക്കുമ്പോൾ ദിസ് VL ഈസ് ലീഡിങ് ആണല്ലോ. വോൾട്ടേജിനെ റെഫർ ചെയ്യുമ്പോൾ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലാഗ് ആവുന്നു. അപ്പൊ അങ്ങനെ കറണ്ട് ആണ് നമ്മൾ റെഫറൻസ് എടുക്കുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു കറണ്ട് VL വാട്ട് ഷുഡ് ബി ദ ഡയറക്ഷൻ ഓഫ് VL? ഇറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. ആ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ അല്ലേ? സോ ദിസ് ഈസ് ദ ഫേസർ ഡയഗ്രാം കറസ്പോണ്ടിങ് ടു ഇൻഡക്റ്റീവ് സർക്യൂട്ട്, സോറി പ്യുവർ ഇൻഡക്ടർ. സിമിലർലി ഇവിടെ കറണ്ട് സെയിം ആയതുകൊണ്ട് ഞാൻ കറണ്ടിന് ഇതേ ഡയറക്ഷനിൽ വരച്ചു, ഇവിടെ ഒക്കെ വരച്ചിരിക്കുന്ന അതേ ഡയറക്ഷനിൽ വരച്ചു. നമുക്കറിയാം കപ്പാസിറ്ററിന്റെ കേസിൽ കറണ്ട് ഈസ് ലീഡിങ് വോൾട്ടേജ്. വിച്ച് വോൾട്ടേജ്? കപ്പാസിറ്റർ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അപ്പൊ നമ്മൾ കറണ്ട് ഫേസർ റെഫറൻസ് ആയിട്ട് വെക്കുമ്പോൾ VC എന്തായിരിക്കും? ലാഗിങ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു VC കറണ്ട് ഈസ് ലീഡിങ്, ബട്ട് വിത്ത് റെസ്പെക്ട് ടു കറണ്ട് VC ഈസ് ലാഗിങ്. അപ്പൊ അതുകൊണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും VC പോയിട്ടുണ്ടാവുക. ഈ മൂന്നും ക്ലിയർ ആണെങ്കിൽ, if these three things are clear, we can draw the phasor diagram like this. Current reference ആയിട്ട് വരച്ചു. We are in phase with current. Clear? This is VR. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി എന്താ വരയ്ക്കണ്ടേ? VL വരയ്ക്കണം. With respect to current VL is leading അല്ലേ? എത്ര? 90 ഡിഗ്രി. Clear? This is the VL. ക്വാഡ്രന്റ് ഓപ്പറേഷൻ നോക്കുമ്പോൾ VL പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് അല്ലേ? VL പോസിറ്റീവ് അല്ലേ? ആ VC എന്തായിരിക്കും? VC നെഗറ്റീവ് ആയിരിക്കും. ദിസ് ഈസ് VL ആൻഡ് ദിസ് ഈസ് VC. ഇനി ഞാൻ ഇതിനെ പറ. ഇനി ഇതിന് VC-യുടെ മാഗ്നിറ്റ്യൂഡ് യൂഷ്വലി കുറവായിരിക്കും. അതാണ് പറയാൻ ഉദ്ദേശിച്ചെങ്കിൽ സെപ്പറേറ്റ് വരും. യൂഷ്വലി അതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും.
ഓക്കെ, ദിസ് ഈസ് വി സി, മൈനസ് വി സി എന്ന് വിളിക്കാം. ഇതെന്താണ്? വി എൽ എന്ന് വിളിക്കാം. സോ വാട്ട് ഷുഡ് ബി ദ റിസൾട്ടന്റ് വോൾട്ടേജ്? വി എൽ മൈനസ് വി സി എന്തായിരിക്കും ആ ഫേസർ? പോസിറ്റീവ് ഡയറക്ഷൻ. വി എൽ കൂടുതലാണെങ്കിൽ മൈനസ് വി സി പോകുമ്പോൾ ഈ ഡയറക്ഷനിൽ തന്നെ അല്ലേ വരുന്നത്? ഒരു ചെറിയൊരു വാല്യൂ വരും അല്ലേ? സോ ദിസ് വാട്ട് ഈസ് ദിസ് ഫേസർ? വി എൽ മൈനസ് വി സി ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ റിസൾട്ടന്റ് വോൾട്ടേജ്. ദിസ് ഈസ് യുവർ റിസൾട്ടന്റ് വോൾട്ടേജ്. അപ്പോൾ അപ്പോഴും ജുനൈദിന് സംശയം വരാം, വി സി കൂടുതലാവുകയാണെങ്കിൽ എങ്ങനെ വരും? അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ജുനൈദ്, ഡോണ്ട് വറി. വി സി കൂടുകയാണെങ്കിൽ രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഡോണ്ട് വറി. അപ്പൊ ഇതാണ് ഫേസ് ആംഗിൾ അല്ലെ, വോൾട്ട്. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് വോൾട്ടേജ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട്. ക്ലിയർ? ഇതാണ് നമ്മളെ കറണ്ട്. ഈ വോൾട്ടേജും കറണ്ടും നമ്മളെ ആംഗിൾ നമ്മൾ എന്താ വിളിക്കുന്നത്? പവർ ഫാക്ടർ ആംഗിൾ അല്ലെങ്കിൽ ഫേസ് ആംഗിൾ എന്നൊക്കെ വിളിക്കും. ക്ലിയർ? പവർ ഫാക്ടർ ആംഗിൾ. ഇനി നിങ്ങൾ പറ, ഈ ആംഗിൾ ലാഗിങ് ആണോ ലീഡിങ് ആണോ? നമ്മൾ എപ്പോഴും ലാഗിങ് ക്വാണ്ടിറ്റി പറയുന്നത് കറണ്ടിനെ ബേസ്, വോൾട്ടേജും കറണ്ടിന്റെയും ബേസിലാണ്. വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ആണ് നമ്മൾ ലാഗിങ് ആണോ ലീഡിങ് ആണോ പറയാ. കറണ്ട് വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ലാഗിങ് ആയിരിക്കും. കറണ്ട് വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ലീഡിങ് ആയിരിക്കും. ഇവിടെ എന്താണ്? ലാഗിങ് പവർ ഫാക്ടർ ആണ്. ലാഗിങ് പവർ ഫാക്ടർ. ആംഗിൾ എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ലാഗിങ് പവർ ഫാക്ടർ ആംഗിൾ എന്താണ്? നെഗറ്റീവ്. ഓക്കെ. നമ്മളിപ്പോ റെഫറൻസ് എടുത്തിരിക്കുന്നത് ഇതല്ലേ, 0 ആക്സിസ്. ഓ പോസിറ്റീവ്. ആംഗിൾ എന്താണ്? ആംഗിൾ എന്താണ്? പോസിറ്റീവ് അല്ലേ? അവിടെ പോസിറ്റീവ് അല്ലേ ജുനൈദ്? റെഫറൻസ് ചെയ്തല്ലേ നമ്മളെ. ദിസ് ഈസ് അവർ എക്സ് ആക്സിസ്. നമ്മൾ എക്സ് ആക്സിസ് സെപ്പറേറ്റ് വരച്ചിട്ടില്ല, കാരണം ആ കൺസെപ്റ്റ് മീൻസ് അതൊക്കെ മനസ്സിൽ വരണം. നമ്മൾ ആദ്യം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഫേസർ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ് ആക്സിസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ കാര്യം. ഇനി ഇംപെഡൻസ്. നമ്മളെ ഇംപെഡൻസിന്റെ കാര്യം കോംപ്ലക്സ് സിംബോളിക് റെപ്രസെന്റേഷൻ നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ. ആർ പ്ലസ് ജെ എക്സ് എൽ മൈനസ് എക്സ് സി ആയിരിക്കും വരിക. അപ്പോ നമ്മൾ അതില് ഇവിടെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇംപെഡൻസ് മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുമ്പോൾ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഫേസർ മാത്രം ഇവിടെ വരയ്ക്കുവാണെങ്കിൽ, സോ ദിസ് ഈസ് യുവർ വി ആർ, ദിസ് ഈസ് യുവർ വാട്ട്, ഇതെന്താണ്? വി എൽ മൈനസ് വി സി ആണ്. ഇതെന്താണ്? വോൾട്ടേജ് ആണ് അല്ലെ. നമ്മൾ ആക്ച്വൽ ഫേസർ സം ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ എന്താണ്? ഫൈ ആണ്. ഇനി അതിനെ ബേസ് ചെയ്യുന്നുണ്ട്. വി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐ ഇൻറ്റു സെഡ് ആണ്. വി എൽ എന്ന് പറയുമ്പം ഐ ഇൻറ്റു എക്സ് എൽ ആണ്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ഐ ഇൻറ്റു എക്സ് സി ആണ്. വി ആർ എന്ന് പറയുമ്പോൾ ഐ ഇൻറ്റു ആർ ആണ്. ക്ലിയർ? അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ. അത് സിംപ്ലിഫൈ ചെയ്യുന്ന കണ്ടീഷനിൽ യു ക്യാൻ ഒബ്റ്റെയിൻ ഐ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്സൈഡ് എടുക്കാം. ഐ ഇൻറ്റു റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി. സോ ഇംപെഡൻസ് ഇൻ ആർ എൽ സി സീരീസ് സർക്യൂട്ട് ഈസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആർ പ്ലസ് ജെ എക്സ് എൽ മൈനസ് എക്സ് സി ആയിരിക്കും. ജനറൽ ആയിട്ട് അങ്ങനെയാണ് വരുന്നത്. അതിൽ കുറെ കേസസ് ഉണ്ട്. എക്സ് എല്ലും എക്സും ഈക്വൽ ആവുന്ന കേസ് വരും, എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആവുന്ന കേസ് വരും, എക്സ് സി ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആവുന്ന കേസ് വരും. ക്ലിയർ? അപ്പൊ ആ കണ്ടീഷനിലൊക്കെ ഈ സർക്യൂട്ടിന് എന്തൊക്കെ മാറ്റം വരും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എനിവേ, സോ ദിസ് ഈസ് ദ ഇംപെഡൻസ് റെപ്രസെന്റേഷൻ ഇൻ ജനറൽ ഇൻ ആർ എൽ സി സർക്യൂട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഒബ്റ്റെയിൻ ദ മാഗ്നിറ്റ്യൂഡ്. ഇതറിയാമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ. ഇതായിരിക്കും നിങ്ങളെ ഇംപെഡൻസ് ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഐ ഇൻ ദ കേസ് ഓഫ് എ സി സർക്യൂട്ട് ഈസ് വി ബൈ സെഡ് ഓർ സെഡ് ഈസ് വി ബൈ ഐ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, പവർ ഫാക്ടർ ആംഗിൾ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ if XL is more. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസസ്, 3 കേസസ്. എന്താണ് 3 കേസസ്? ഒന്ന്,
ഈ ഇമ്പിഡൻസിൽ എക്സലും എക്സിയും എക്സൽ ഈസ് ഗ്രേറ്റർ ദാൻ എക്സി. അത് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ, ഓൾറെഡി നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞു. ഇനി എക്സൽ മൈനസ് എക്സി ഈസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സി കൂടുതലാണ്. എക്സി കൂടുന്ന കണ്ടീഷനിൽ കറണ്ട് ഇതായിരിക്കും നമ്മളെ ഫേസർ ഡയഗ്രം അല്ലെ. കറണ്ട് ഈസ് ലാഗിങ്. എക്സൽ കൂടുതലാവുകയാണെങ്കിൽ കറണ്ട് ഈസ് ലാഗിങ്. ഇതാണല്ലോ നമ്മളെ ഫേസർ ഡയഗ്രം വന്നത്. കറണ്ട് ഈസ് ലാഗിങ് വി ബൈ ആൻ ആംഗിൾ ഫൈ. ഓക്കെ, അപ്പൊ കറണ്ട് എന്തായിരുന്നു? എക്സൽ മൈനസ് എക്സി. എക്സൽ മൈനസ് എക്സി പോസിറ്റീവ് ആണ്. അത് ഓൾറെഡി കഴിഞ്ഞല്ലോ അല്ലെ. നെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് കറണ്ട് ഈസ് ലീഡിങ്. കറണ്ട് ഈസ് ലീഡിങ് ബൈ ആൻ ആംഗിൾ ഫൈ. ക്ലിയർ? കറണ്ട് ഈസ് ലീഡിങ് ബൈ ആൻ ആംഗിൾ ഫൈ. അപ്പൊ അവിടെ നമ്മൾക്ക് ആംഗിൾ പോസിറ്റീവ്, ആംഗിൾ എന്തായിരുന്നു? നെഗറ്റീവ് ആണ് അല്ലെ. ഈ ലാഗിന്റെ കേസിൽ നമ്മൾ എന്താണ് ആംഗിൾ കണ്ടത്? ലാഗിന്റെ കേസിൽ ആംഗിൾ പോസിറ്റീവ് എന്ന് കണ്ടു. ലീഡിന്റെ കേസിൽ ആംഗിൾ എന്തായിരിക്കും? നെഗറ്റീവ്. നേരെ ഓപ്പോസിറ്റ് ആവും, അത്രേ ഉള്ളൂ. ലീഡിന്റെ കേസിൽ ആംഗിൾ ഈസ് ക്ലിയർ നെഗറ്റീവ്. നെഗറ്റീവ് ആവും. ഓക്കെ, ഫേസർ നമ്മൾ ജനറൽ ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ഫേസ് ഇത്ര ആലോചിച്ചാൽ മതി. ഞാൻ ജനറൽ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ഇവിടെ പറയാം. ഇൻ ദ കേസ് ഓഫ് എക്സൽ, ഇഫ് എക്സൽ ഈസ് മോർ എക്സി, അപ്പൊ അങ്ങനെ ആവുന്ന കണ്ടീഷനിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്, ഇൻഡക്ടൻസ് ആണ് കൂടുതൽ. അപ്പൊ നമ്മൾ അപ്ലൈഡ് വോൾട്ടേജും കറണ്ടും, ഇൻഡക്ടറിന്റെ കേസിൽ ലാഗിങ് ആണ്, അത് ഓർത്തോളൂ. ദിസ് ഈസ് കറണ്ട്. ക്ലിയർ? ഇനി എക്സി ആണ് ഗ്രേറ്റർ ദാൻ എക്സൽ എങ്കിൽ വോൾട്ടേജ്, അപ്ലൈ വോൾട്ടേജ് എടുക്കുമ്പോൾ കറണ്ട് ലീഡ് ചെയ്യാൻ, കപ്പാസിറ്റി സർക്യൂട്ടിൽ ലീഡിങ് ആണ് എപ്പോഴും. ഇനി എക്സലും എക്സിയും ഈക്വൽ ആണ്, ബോത്ത് തിങ്സ് ആർ ഈക്വൽ. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. ഈ പാർട്ട് ഉണ്ടാവില്ലല്ലോ, ദിസ് പാർട്ട് വോണ്ട് ബി ദർ. ശരിയല്ലേ? എക്സലും എക്സി ഈക്വൽ ആണെങ്കിൽ ഇംപെഡൻസിന്റെ പാർട്ടിൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 0 എന്ന് വരും അല്ലെ. എന്ന് പറയുമ്പോൾ Z ഈസ് ഈക്വൽ ടു ആർ. ക്ലിയർ? അപ്പോ ഇംപെഡൻസ് കുറവാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും? കൂടുതലാണോ കുറവാണോ? അപ്പൊ ഈ മൂന്ന് കേസിൽ ഏത് കേസിലാണ് ഇംപെഡൻസ് കുറവ് വരുന്നത്? Z-ന്റെ വാല്യൂ, which one means in which of these three cases Z value is less? Both equal greater than XC. XL equal to XC. XL equal to XC. അവിടെ റെസിസ്റ്റൻസ് മാത്രം ഉണ്ടാവില്ല, വേറൊരു ഒപ്പോസിഷനും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് റെസൊണൻസ് സർക്യൂട്ട്, where current is maximum. If impedance is minimum, here impedance is minimum. Clear? Therefore current is maximum, and this condition in AC circuit, RLC series circuit is termed as resonance condition. Under resonance condition, impedance is minimum, current is maximum. ഇത് ഇപ്പം നിങ്ങൾ സിലബസ് പഠിക്കാനില്ലെങ്കിലും ഇലക്ട്രിക്കൽക്കാർ അടുത്ത സെമസ്റ്ററിൽ ഒരു എന്താ പറയുക ഒരു സബ്ജക്റ്റ് ഉണ്ട്, ആ മോഡ്യൂളിൽ ഡീപ്പായിട്ട് അവർ പഠിക്കും. ക്ലിയർ? അപ്പൊ അത്രയും ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അതിൽ വരുന്ന നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം അവിടെ കാണാം, ക്യൂ ഫാക്ടർ എന്ന് പറയും, ക്വാളിറ്റി ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നിങ്ങൾ കൊടുത്തിരിക്കുന്ന മീൻസ് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ കപ്പാസിറ്ററിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC ഡിവൈഡഡ് ബൈ നിങ്ങൾ റെസിസ്റ്റൻസിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. Clear? That ratio, voltage across capacitor to voltage across the resistor. So that ratio is known as quality factor Q. Voltage across capacitor or voltage across inductor to voltage across resistor or the applied voltage. That ratio is known as quality factor. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ ഈ സർക്യൂട്ട്. ഇത്രയേ ഉള്ളൂ നിങ്ങളെ സിലബസ്. ക്ലിയർ? അതിലൊരു പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലം ഞാൻ ഇത് ഓൾറെഡി എന്താ പറയുക ടെക്സ്റ്റ് ബുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, 2 ടെക്സ്റ്റ് ബുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് നാളെ ഓൺലി പ്രോബ്ലം സോൾവിങ് ആണ് കേട്ടോ, കുറച്ച് പ്രോബ്ലംസ് മാത്രം സോൾവ്. കാൽക്കുലേറ്റർ എല്ലാവരും റെഡി ആയിരിക്കണം. അപ്പൊ അതോടുകൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിയാട്ടെ ഈ പ്രോബ്ലത്തിൽ നോക്കുമ്പോൾ എക്സൽ കാണാം. എക്സലിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്. എക്സലിന്റെ ഇക്വേഷൻ ω L ആണ്. ω എന്ന് പറയുമ്പോൾ 2πfL.
2 pi f L. അപ്പൊ എന്ത് വേണം? ഫ്രീക്വൻസി വേണം. ഫ്രീക്വൻസി തന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ ഒക്കെ തന്നിട്ടുണ്ട്, കണ്ടില്ലേ? 50 ഹെർട്സ്. ഈ വോൾട്ടേജ് എന്താണ്? RMS വാല്യൂ ആണ്. ആ കൺസെപ്റ്റ് ഒക്കെ മതി പ്രോബ്ലം ചെയ്യാൻ. എക്സ് സി എന്ന് പറയുമ്പോൾ 1/2 pi എഫ് സി ആണ്. ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് കാണാതെ പഠിക്കുക, ഇത്രേ ആവശ്യമുള്ളൂ. ഈ പ്രോബ്ലത്തിൽ നോക്കിയാട്ടെ, നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഫേസർ ഡയഗ്രാം എങ്ങനെയായിരുന്നു? അതുകൊണ്ട് പറഞ്ഞ് അങ്ങ് നിർത്താം കേട്ടോ. നേരത്തെ നമ്മൾ VR വരച്ചു അല്ലേ? VL ആയിരുന്നു കൂടുതൽ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഫേസർ ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ഈ കേസിൽ എന്താണ്? VL കുറവും എന്ന് പറയുമ്പം XC കുറവും XL കുറവും XC കൂടുതലുമാണ്. കണ്ടോ? ഇത് VL, ഇത് VC. അപ്പൊ ഈ ഇതെന്തായിരിക്കും? ഫേസർ നമ്മൾ വരയ്ക്കുന്ന കണ്ടീഷനിൽ VR വരയ്ക്കുക. അപ്പൊ VL കുറച്ച് മുകളിലോട്ടുള്ളൂ, അപ്പൊ താഴോട്ടാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതിന്റെ ഫേസർ സം എടുക്കുന്ന സമയത്ത് ഇത് VC മൈനസ് VL എന്ന് വരും. ക്ലിയർ? VC മൈനസ് VL മൈനസ്. ക്ലിയർ? ഇതായിരിക്കും ഫേസർ ഡയഗ്രാം വരും. ഇത് 230 വോൾട്ട്. അപ്പൊ നിങ്ങൾ നോക്കാം കേട്ടോ. ഇതെല്ലാം ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ആണ്. ജസ്റ്റ് ന്യൂമറിക്കൽസ് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് എഴുതിയെന്നുള്ളൂ. പിന്നെ ഇംപെഡൻസ്, ഇതാണ് ഇംപെഡൻസ് കാണാനുള്ള ഇക്വേഷന്. സർക്യൂട്ട് കറണ്ട് ഞാൻ പറഞ്ഞു V/Z ആണ്. ഫൈ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് XL/R എന്നങ്ങ് എഴുതി, അത്രേ ഉള്ളൂ. സോറി, ടാൻ ഇൻവേഴ്സ് XL മൈനസ് XC. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നെഗറ്റീവ് വരും. അപ്പൊ നെഗറ്റീവ് വരുന്ന സമയത്ത് ഈ ഫൈ എന്തായിരിക്കും? നെഗറ്റീവ് വരും. നെഗറ്റീവ് ആംഗിൾ വരുന്നത് ലീഡിംഗ് കേസിലാണ് അല്ലെ? നെഗറ്റീവ് ആംഗിൾ വരുന്നത് ലീഡിംഗ് കേസിലാണ്, പോസിറ്റീവ് ആംഗിൾ വരുന്നത് ലാഗിംഗ് കേസിലാണ്. അപ്പൊ ഈ ഫേസ് ആംഗിൾ ഞാൻ പറഞ്ഞു ലീഡിംഗ് കേസ് ആണെങ്കിൽ, ഈ മൈനസ് ആംഗിൾ ആണ് വരുന്നതെങ്കിൽ, അതുമല്ല കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് കൂടുതലെങ്കിൽ, നമുക്കറിയാം കറണ്ട് ലീഡാണ്. അപ്പൊ കറണ്ട് ലീഡ് ആണെങ്കിൽ ഈ ഫേസ് ആംഗിൾ നിങ്ങൾ ലീഡ് എന്ന് മാർക്ക് ചെയ്യണം. ലാഗിംഗ് ആണെങ്കിൽ ലാഗിംഗ് എന്ന് മാർക്ക് ചെയ്യണം. ജസ്റ്റ് ഒന്ന് എഴുതണം, അത്രേ ഉള്ളൂ. അപ്പൊ പവർ ഫാക്ടർ കണ്ടില്ലേ? പവർ ഫാക്ടർ ഇവിടെ നോക്കിയാട്ടെ. ഈ ആംഗിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കപ്പാസിറ്റി പവർ ഫാക്ടർ എത്രയെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ആംഗിൾ വെച്ച് 89.57 ഡിഗ്രി എന്ന് വന്നു. നമ്മൾ എപ്പോഴും കപ്പാസിറ്ററിന്റെ കേസിൽ വേസ്റ്റ് കേസ് എത്രയാണ്? പ്യൂർ കപ്പാസിറ്റർ ആണെന്ന് എത്രയാണ് ലീഡ് ചെയ്യുക? 90 ഡിഗ്രി ലീഡ് ചെയ്യും. 0 ഡിഗ്രി ആണോ? 90 ഡിഗ്രി. അപ്പൊ 89.7 എന്ന് പറഞ്ഞാൽ എത്ര? നിയർ ടു 90 ഡിഗ്രി. അപ്പൊ പവർ ഫാക്ടർ എത്ര വരിക? cos 90 എന്ന് പറയുമ്പോൾ എത്ര വരിക? 0, അറൌണ്ട് 0. കണ്ടില്ലേ? ഇവിടെ നോക്കിയാട്ടെ. പവർ ഫാക്ടർ നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ R/Z വെച്ചിട്ടും ചെയ്യാം, ഈ cos phi വെച്ചിട്ടും ചെയ്യാം. കണ്ടില്ലേ? 0.0057. ഇറ്റ് ഈസ് നിയർ ടു 0. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതണേ. ക്ലിയർ? 0 ഡിഗ്രി ലീഡ്. ക്ലിയർ? പവർ കൺസ്യൂംഡ് VI cos phi. അപ്പോൾ നമ്മുടെ സിലബസ് ആൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് എടുക്കാത്തൊരു പോർഷൻ നിങ്ങൾക്ക് എന്താ പറയാ, സെക്കൻഡ് മോഡ്യൂളിൽ കുറച്ച് വർക്ക് തന്ന പാർട്ട് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ വീഡിയോ ഇടാം. പക്ഷെ നിങ്ങൾ സെക്കൻഡ് സീരീസ് അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാം കോപ്പി ചെയ്തായിരിക്കും അല്ലേ? സുനീത്, ഫസ്റ്റ് സീരീസിനേക്കാളും നല്ല മാർക്ക് ഉള്ളത് സെക്കൻഡ് സീരീസിനാണ്. പറ. പാടായിട്ട്, പക്ഷെ മാർക്ക് 20. ഞാൻ ഒരു മാർക്ക് എല്ലാവർക്കും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മോസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും. ഞാൻ വാല്യൂ ചെയ്തിരിക്കുന്നതിനേക്കാളും കുറച്ച് ഒരു മാർക്ക് എല്ലാവർക്കും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. 23 അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? ഇനി നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ ഇപ്പോ? ഓക്കെ ഓക്കെ. അപ്പൊ നാളെ ഇനി വൈൻഡപ്പ് നമുക്ക് ഒരു ക്ലാസ് കൂടെ ഉണ്ടല്ലോ എനിക്ക് അല്ലേ? അപ്പോ